श्रीगुरुभ्यां नमः। गुरुब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्स सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। സമസ്ത ആചാര്യമണ്ഡലിക്കും സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ നമസ്കാരം. ഈ ഉപനിഷത്തിലെ തൈത്തിരീയത്തിലെ സാരഭൂതമായ ഒരു ഭാഗത്തിലേക്കാണ് നാം ഇപ്പോൾ കടന്നിട്ടുള്ളത്. അതായത് ബ്രഹ്മത്തിനെ നമുക്ക് വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ സമീപിക്കുവാൻ കഴിയുന്നതല്ല. യദ്യപി മനസാ അനുദ്രഷ്ടവ്യം, മനസ്സുകൊണ്ട് കാണേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ മനസ്സെന്ന ആ തത്വത്തെ അതികൃശമാക്കിക്കൊണ്ട് തനുമാനസി എന്ന് പറയും. മനസ്സിന്റെ മറ്റ് ചേഷ്ടകൾ വ്യാപാരങ്ങളെല്ലാം നിരോധനം ചെയ്തുകൊണ്ട് യോഗശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ യോഗ ചിത്തവൃത്തി നിരോധ എന്നാണല്ലോ യോഗശാസ്ത്രം ആരംഭിക്കുന്നത്. ആ ചിത്തവൃത്തികളെയെല്ലാം നിരോധം ചെയ്യുമ്പോൾ മാത്രമാണ് ആ മനസ്സിൽ ഈ ബ്രഹ്മതത്വത്തിന്റെ പ്രകാശം നമുക്ക് ലഭിക്കുന്നത്. ബ്രഹ്മമുണ്ട്, അസ്ഥി ബ്രഹ്മ, ബ്രഹ്മം അത് ജഗത് ജന്മാദി ലയ, അതായത് ജഗത് ജന്മസ്ഥിതി ലയ ഉദ്ഭവത്തിന് കാരണങ്ങളാണ് ഇന്നൊക്കെ നമുക്ക് എത്ര തന്നെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും ഈ ബ്രഹ്മ ആനന്ദം എന്ന് പറയുന്ന ആ ദിവ്യമായ ആനന്ദത്തെ വർണ്ണിക്കുവാൻ മനസ്സിനും കഴിയുന്നതല്ല. മനസ്സ് ഈ ബ്രഹ്മത്തെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഥവാ ബ്രഹ്മ ആനന്ദത്തെ വർണ്ണിക്കുവാനുള്ള ശക്തി മനസ്സിനുണ്ടെങ്കിൽ ആ വർണ്ണന വാക്കുകൾ കൊണ്ടാണ് പിന്നീട് പ്രകടമാകുന്നത്. പക്ഷേ ഇവിടെ വാക്കുകൾക്കും പ്രസക്തിയില്ല. അപ്പോൾ മനസ്സിനും ഇവിടെ മനസ്സും വാക്കുകളും, അതായത് വാഗിന്ദ്രിയവും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ നമുക്ക് അനുഭവജ്ഞാനം ഉണ്ടാക്കി തരുന്നത്. ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വിലക്ഷണമായ ഒന്നാണ്, വളരെ വ്യത്യസ്തമായ ഒന്നാണ് എന്ന് ഉപനിഷത്ത് നമ്മളെ മനസ്സിലാക്കി തരുന്നു. വാക്കുകൾ മനസ്സോടുകൂടി ഏതൊന്നിനെ പ്രാപിക്കുമ്പോൾ സാധിക്കാതെ പിന്തിരിയുന്നുവോ യതോ വാചോ നിവർത്തന്തേ യതഃ. ശ്രദ്ധിക്കുക, ഉപനിഷത്ത് വാക്യങ്ങൾ എങ്ങനെയാണ് അവിടെ ആ മനോമയോ വേദാത്മാ ഉക്ത, മനോമയമായത് വേദാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വേദാർത്ഥ വിഷയ ബുദ്ധി നിശ്ചയാത്മിക വിജ്ഞാനം തച്ച അധ്യവസായ ലക്ഷണം അന്തഃകരണസ്യ ധർമ്മഃ തന്മയഃ നിശ്ചയ വിജ്ഞാനൈഃ പ്രമാണസ്വരൂപൈഃ നിർവർത്തിത ആത്മാ വിജ്ഞാനമയഃ. വിജ്ഞാനമയമായ ആത്മാവിനെ, അത് പ്രമാണങ്ങളോടുകൂടി, കാരണം അതിനെ വേദാത്മാവായിട്ടാണ് വർണ്ണിക്കുന്നത്. ഋഗ് ദക്ഷിണ പക്ഷ തസ്യ യജുരേവ ശിരഃ. ഋഗ് ദക്ഷിണ പക്ഷ സാമ ഉത്തര പക്ഷ. എന്നിട്ട് അഥർവാംഗിരസ പുച്ഛം പ്രതിഷ്ഠ. അഥർവാംഗിരസുകളാൽ ദർശിക്കപ്പെട്ടതായ അഥർവവേദമാണ് അതിന് പുച്ഛമായി ഭവിക്കുന്നത്, അതിൻ്റെ ആധാരമാകുന്നത്, അതിൻ്റെ നിലനിൽപ്പായി കാണപ്പെടുന്നത് എന്ന് വർണ്ണിച്ചതുകൊണ്ട് ഈ വിജ്ഞാനമയമായ ആത്മാവെന്ന് പറയുന്നത് വേദാത്മാവാണെന്ന് ആചാര്യൻ മനോമയോ വേദാത്മകഃ വേദാർത്ഥ വിഷയ ബുദ്ധി നിശ്ചയാത്മിക വിജ്ഞാനം. ഇനി
തച്ച അധ്യവസായ ലക്ഷണം അന്തഃകരണസ്യ ധർമ്മ. അധ്യവസായം അവിടെ സംഭവിക്കുന്നു. അതായത് അഹം കർത്ത അഹം ഭോക്ത മുതലായ അധ്യവസാനം നടക്കുന്നു. അധ്യവസായം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസിഷൻ, ഇല്ലാത്തതായ ഒന്നിന്റെ ഗുണമാണ് എന്ന്. വാസ്തവത്തിൽ ഇല്ലാത്തതായ കർത്തൃത്വം ഭോക്തൃത്വം മുതലായവയെല്ലാം തനിക്കാണെന്ന് ആത്മാവ്, അതായത് ജീവാത്മാവ് നിശ്ചയിക്കുന്നു. തന്മയ നിശ്ചയ വിജ്ഞാനൈ പ്രമാണസ്വരൂപൈ നിർവർത്തിത ആത്മാ വിജ്ഞാനമയ പ്രമാണ വിജ്ഞാനപൂർവകോ ഹി യജ്ഞാതിസ്ഥായത്തെ. യജ്ഞാതിഹേതുത്വം ച വക്ഷതി ശ്ലോകേന വിജ്ഞാനം യജ്ഞം തനുതേ എന്ന് പറഞ്ഞ് പിന്നീട് പോകുന്നു. അതിനു മുമ്പ് നമുക്ക് ഈ യഥോ വാചോ നിവർത്തന്തേ എന്നുള്ളതിനെ കുറിച്ച് ആചാര്യൻ ഭഗവത്പാദൻ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ അത്യാവശ്യം നമുക്ക് നോക്കേണ്ടതാണ്. ആ മന്ത്രം ഇങ്ങനെയാണ് വരുന്നത്: യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കദാചനേതി അസ്യൈഷ ഏവ ശാരീര ആത്മാ യഃ പൂർവസ്യാത് തസ്മാത് വാ യതസ്മാത് മനോമയാത് അന്യോന്തര ആത്മാ വിജ്ഞാനമയഃ തേനൈഷ പൂർണ്ണഃ. ഈ വിജ്ഞാനമയത്തെ ഇവിടെ വിജ്ഞാനമയമായ ആത്മാവിനെ വർണ്ണിക്കുന്നു. സവായേഷ പുരുഷവിധ ഏവ തസ്യ പുരുഷവിധതാം അന്വയം പുരുഷവിധഃ തസ്യ ശ്രദ്ധൈവ ശിരഃ ഋതം ദക്ഷിണഃ പക്ഷഃ സത്യമുത്തരഃ പക്ഷഃ യോഗ ആത്മാ മഹഃപുച്ഛം പ്രതിഷ്ഠ തതപ്യേഷ ശ്ലോകോ ഭവതി. ഇതാണ് ഉപനിഷദ് വാക്യം. ഇതിനെ മനസ്സിലാക്കി തരികയാണ്. അതായത് യതഃ, നമുക്ക് വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലേക്ക് നീങ്ങാം. യതഃ വാചോ നിവർത്തന്തേ മനസാ സഹ അപ്രാപ്യ മനസാ സഹ. യതഃ യാതൊന്നിൽ നിന്നാണോ, അതായത് ഏതൊരു മനോമയമായ ബ്രഹ്മത്തിൽ നിന്നാണോ മനസാ സഹ മനസ്സോടുകൂടി വാചഃ വാക്കുകൾ അപ്രാപ്യ പ്രാപിക്കാതെ എത്താതെ ലക്ഷ്യത്തിലെത്താതെ നിവർത്തന്തേ നിവർത്തിക്കുന്നത് പിന്തിരിയുന്നത് തസ്യ അങ്ങനെയുള്ള ബ്രഹ്മണഃ ബ്രഹ്മത്തിന്റെ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിന്റെ ഉപാസനാഫലമായ ആനന്ദം, അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ ആനന്ദത്തെ വിദ്വാൻ അറിയുന്നവൻ. ഇവിടെ തൽക്കാലം അങ്ങനെ നിർത്താം. അപ്രാപ്യ മനസാ സഹ മനസ്സോടുകൂടി വാക്കുകൾ അപ്രാപ്യ പ്രാപിക്കാതെ. വാക്കുകൾ ഒരു വസ്തുതയെ വർണ്ണിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കണം, മനസ്സിൻ പ്രയത്നിക്കണം. ഒരു വസ്തുതയെക്കുറിച്ച് നാം വർണ്ണിക്കണമെങ്കിൽ വിവരിക്കണമെങ്കിൽ ആദ്യം നാം അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ മനസ്സിന്റെ പ്രവർത്തനം ആദ്യം, തദനന്തരം വാക്കുകളുടെ പ്രവർത്തനം. ആ മനസ്സ് പിന്നീട് ഇന്ദ്രിയങ്ങളെ ആ വസ്തുതയെ വിവരിക്കാനായി പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലായോ എന്ന് നമ്മൾ പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ലൗകികമായ നമ്മുടെ വ്യവഹാരത്തിൽ ഉണ്ടല്ലോ. അപ്പൊ മനസ്സ് പൂർണ്ണമായും ഇല്ലെങ്കിൽ ഈ വാക്കുകൾക്ക് ആ യഥാർത്ഥമായ വസ്തുതയെ വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് മനസ്സിനെ ഏകീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം ഒരു വസ്തുതയെ നാം മനസ്സിലാക്കാൻ. മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നു, എന്നിട്ട് അതിനെ വാക്കുകൾ എടുത്തു പറയുന്നു. പക്ഷെ ഇവിടെ ഈ മനോമയമായ ഈ ബ്രഹ്മത്തിൽ നിന്ന് മനസ്സോടുകൂടി വാചഃ വാക്കുകൾ അപ്രാപ്യ എത്താതെ നിവർത്തന്തേ പിന്തിരിഞ്ഞു പോരുന്നു. തസ്യ അങ്ങനെയുള്ള ബ്രഹ്മണഃ ബ്രഹ്മത്തിന്റെ ആനന്ദം, ഉപാസനാഫലമായി കിട്ടുന്ന ആനന്ദം വിദ്വാൻ അറിയുന്നവൻ. കുതശ്ചന കഥാചന എന്നുമുണ്ട്. വിദ്വാൻ അറിയുന്നവൻ ഒന്നിൽ നിന്നും ന ബിഭേതി ഭയപ്പെടുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് സൂചിപ്പിച്ചിരുന്നു.
കാരണം അഭയമാണ് അദ്വൈതജ്ഞാനം. അഭയം, അതായത് ഭയരഹിതമായ അവസ്ഥ. അഭയത്തെ മനസ്സിലാക്കി തരുന്ന ശാസ്ത്രം വേദാന്ത ശാസ്ത്രം മാത്രമാണ്. മറ്റു ശാസ്ത്രങ്ങളെല്ലാം തന്നെ അവയുടെ ലക്ഷ്യമെല്ലാം തന്നെ സ്വർഗപ്രാപ്തി അഥവാ ദുഃഖധ്വംസം, ദുഃഖമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയും. പക്ഷേ അഭയം, തദഭയം അജരം അമരം അമൃത്യുപദം ബ്രഹ്മ ക്ഷേമപ്രാപ്തി എന്നൊക്കെ ഇതിന് ഒരു വിവരണം നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. യേശ മനോമയ, ഏതെന്താണോ ഈ മനോമയമെന്ന് പറഞ്ഞത്, യേശ ഏവ ഇത് തന്നെയാണ്, തസ്യ പൂർവസ്യ മുമ്പ് പറഞ്ഞ പ്രാണമയ ശരീരത്തിന്റെ ശാരീര ആത്മാ, പ്രാണമയമായ ശരീരത്തിലുള്ള ആത്മാവ്. ശാരീരികം എന്ന ആത്മാവിന് പേരുണ്ട്, ശാരീരകം. ശാരീരക മീമാംസ എന്ന് വേദാന്തത്തിന് പേര്. കാരണം ശരീരത്തിലുള്ളതായ ആത്മാവ്, ആ ആത്മാവാണ് ഈ വേദാന്തത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശാരീരക മീമാംസ എന്ന് പറയാറുണ്ട്. ആത്മാവ് എന്നാണ് അർത്ഥം. ശാരീരക ആത്മാ, തസ്യേഷയേവ ശാരീര ആത്മാ. പ്രാണമയ ശരീരത്തിലുള്ള ആത്മാവ് ഈ മനോമയമാണ്. തസ്മാദ്വൈ ഏതസ്മാത് മനോമയാത് അന്യഹ. ഇനി അതിലും ഉള്ളിലുള്ളതായ മനോമയത്തിലും ഉള്ളിലുള്ളതായ വിജ്ഞാനമയത്തിലേക്ക് കടക്കുന്നു. തസ്മാത് മനോമയാത് അന്യോന്തര ആത്മാ വിജ്ഞാനമയ തേനൈഷ പൂർണ്ണ. തസ്മാദ്വൈ ഇങ്ങനെയുള്ള പ്രസിദ്ധമായ ഏതസ്മാത് മനോമയാത്ത് ഈ മനോമയനിൽ നിന്നും അന്യഹ വേറെയുള്ളതും എന്നാൽ അന്തരഹ അതിൻ്റെ ഉള്ളിലുള്ളതുമായ ആത്മാ വിജ്ഞാനമയ അതാണ് വിജ്ഞാനമയ. തേനീഷ പൂർണ്ണ വിജ്ഞാനമയനാൽ ഈ പറയുന്ന മനോമയൻ പൂർണ്ണനായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു പെട്ടിക്കകത്തൊരു പെട്ടി, അതിൻ്റെ ഉള്ളിൽ ഒരു പെട്ടി, അതിൻ്റെ ഉള്ളിൽ ഒരു പെട്ടി, അതിൻ്റെ ഉള്ളിൽ ഒരു പെട്ടി, അങ്ങനെ 5 പെട്ടികൾ. ആ പെട്ടിക്കകത്ത് ഏറ്റവും അന്തരമായിട്ടുള്ളതായ പെട്ടിക്കകത്താണ് ഈ പറയുന്ന ആത്മാവെന്ന് പറയുന്ന ആ രത്നം. നമ്മളെല്ലാവരും രത്നാന്വേഷികളാണല്ലോ, ഭാഗ്യാന്വേഷികളാണ് നമ്മൾ. ഇവിടെ ആത്മീയ സാധനയിലെ നാം അന്വേഷിക്കേണ്ടതായ നിധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ മനോമയനിൽ നിന്നും അന്യഹ വേറെയുള്ളതും എന്നാൽ അന്തരഹ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുമായ ഒരു പെട്ടിക്കകത്തെ പെട്ടി പോലെ വിജ്ഞാനമയ. അപ്പോ വിജ്ഞാനമയനാൽ ഈ മനോമയൻ പൂർണ്ണനായിരിക്കുന്നു. ഇനി സവൈയേഷ സവായേഷ പുരുഷവിധ ഏവ, ഇവനും ഒരു പുരുഷന്റെ ആകൃതിയോട് കൂടിയാണ് കാണപ്പെടുന്നത്. തസ്യ മനോമയന്റെ പുരുഷവിധതാം, പുരുഷാകാരത്തെ പുരുഷസ്വരൂപത്തെ നമുക്ക് ഇപ്രകാരം വർണ്ണിക്കാം. അയം വിജ്ഞാനമയ, ഈ പുരുഷാകാരമുള്ളതായിരിക്കുന്ന ഈ വിജ്ഞാനമയന് ശ്രദ്ധൈവ ശിരഃ, ശ്രദ്ധൈവ ശിരഃ. ഇനി ഋതം ദക്ഷിണ പക്ഷ, നേരത്തെ പറഞ്ഞു ഋതം എന്ന് പറഞ്ഞാൽ ശാസ്ത്രപ്രകാരമുള്ള ജ്ഞാനം, ശാസ്ത്രീയമായ ജ്ഞാനം. നമുക്ക് പലതിനെയും കുറിച്ച് നമുക്ക് അറിവുണ്ടാവും, പക്ഷേ ശാസ്ത്രീയമായ രീതിയിൽ ശാസ്ത്രീയമായ മാർഗത്തിൽ വേണം നമുക്ക് അതിനെക്കുറിച്ചുള്ള, പ്രത്യേകിച്ചും വേദാന്തത്തിൽ അതാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരു ഉപസദനം, ഗുരുവിനെ പ്രാപിക്കുക. ഗുരു ശാസ്ത്രീയമായ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി തരും. അതിന് വേണ്ടതെന്താ? ശ്രദ്ധൈവ ശിരഃ. അപ്പൊ ഈ പുരുഷാകാരത്തെ അനുസരിച്ച് ശ്രദ്ധ അതിൻ്റെ ശിരസ്സാകുന്നു. ശ്രദ്ധ എന്ന് പറഞ്ഞാലോ ഏറ്റവും
ആ ദ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ, അതിനെയാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇനി അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധ ഏറ്റവും, അതായത് ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള നിശ്ചയാത്മികമായ വിശ്വാസം, അതിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ. ഋതം, ശാസ്ത്രപ്രകാരമുള്ള ജ്ഞാനം, അറിയപ്പെടേണ്ടതിനെ കുറിച്ച്, അനുഷ്ഠിക്കേണ്ടതിനെ കുറിച്ച് ശാസ്ത്രപ്രകാരമുള്ള ജ്ഞാനമാണ് ഋതം. ആ ഋതത്തെ വലത്തെ കൈയായും അല്ലെങ്കിൽ വലത്തെ ചിറകായും, ദക്ഷിണ പക്ഷ, സത്യമുത്തര പക്ഷ, സത്യം ഉത്തര പക്ഷ. ഇപ്പൊ ഋതവും സത്യവും. യോഗോ യോഗ ആത്മാ, അടുത്തത് യോഗ ആത്മാ, യുക്തി സമാധാനം എന്ന് പറയുന്നു. യോഗം യുക്തി, അതായത് ആത്മാവുമായി യുക്തി സഹകരിച്ച് നിൽക്കുന്നവനാണ് സമാധാനം എന്ന യോഗം കിട്ടുന്നത്. യോഗ ആത്മാ വിജ്ഞാനമയസ്യ മഹത് പുച്ഛം പ്രതിഷ്ഠ. മഹത്ത് എന്ന് പറയുന്ന തത്വം അത് ആദ്യം ഉണ്ടായതാണ്. മഹത്യക്ഷം പ്രഥമജം വേദ എന്ന് ശ്രുത്യന്തരാത്. മഹഹ എന്ന് പറയുന്നത് ഒരു തത്വം ബ്രഹ്മത്തിൽ നിന്നും ആദ്യം ഉണ്ടാകുന്നു. മഹത് തത്വം പലതും പറയുന്നുണ്ട്. പ്രകൃതിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എങ്കിലും ആ മഹത്തത്വം, പ്രകൃതി മഹ അഹങ്കാരശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദവി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ എന്നൊക്കെ നാരായണീയത്തിൽ കപില ദേവഹൂതി ഉപാഖ്യാനത്തിൽ ഇത് വർണ്ണിക്കുകയാണ്. എന്താണ് അവിടെ മഹത്തത്വം എന്നുള്ളത് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നു. ഇത് വിദിത വിഭാഗവും ഉച്യതേസൗ പ്രകൃത്യാ കപില തനുരുതിത്വം ദേവഹൂത്യൈ നഗാദീഹി എന്ന് നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ പറയുകയാണ്. കപില ഉപദേശം, കപില അവതാരത്തിൽ. അപ്പോ സമാധാനം യോഗ ആത്മാ വിജ്ഞാനമയസ്യ മഹത് പുച്ഛം പ്രതിഷ്ഠ എന്ന് കിട്ടുന്നു. പുച്ഛം എന്ന് പറയുന്നത് പ്രതിഷ്ഠയാണ്, ആധാരമാണ്, നിലനിൽപ്പാണ്. എപ്പോഴും അതാണ് കാരണമാകുന്നത്. മഹഹ എന്ന് പറയുന്ന തത്വം ആദി കാരണമാകുന്നു. ഇവിടെ സാഖ്യശാസ്ത്രത്തിന്റെ ഉപയോഗം കൂടി ഇവിടെ വേദാന്ത വ്യാഖ്യാനത്തിന് സ്വീകരിക്കുന്നു. പ്രകൃതി മഹത്തത്വത്തിൽ നിന്നുമാണ് പിന്നീടെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ മഹത്തത്വം കാരണമാകുന്നു. ഇപ്പൊ കാരണത്തിനെയാണ് നാം ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. എങ്ങനെ? നമുക്കെല്ലാം പ്രതിഷ്ഠയായിട്ടുള്ളത് ഈ ഭൂമിയാണ്. വൃക്ഷങ്ങൾക്ക്, ചെടികൾക്ക്, പർവ്വതങ്ങൾക്ക് എല്ലാം പ്രതിഷ്ഠ ഈ ഭൂമിയാണെന്നത് പോലെ. അപ്പൊ സർവവിജ്ഞാനാന മഹത്തത്വം കാരണം, എല്ലാ വിജ്ഞാനങ്ങൾക്കും മഹത്തത്വം കാരണമാകുന്നത് കൊണ്ട് തേന തദ് വിജ്ഞാനമയസ്യ ആത്മനഃ പ്രതിഷ്ഠ തദപ്യേഷ ശ്ലോകോ ഭവതി. നേരത്തെ പറയുന്നത് പോലെ തന്നെ അന്നമയാദികൾക്ക് പറഞ്ഞതുപോലെ ബ്രാഹ്മണങ്ങളിൽ പറയുന്നതായ മന്ത്രങ്ങളുണ്ട്. ഏവം വിജ്ഞാനമയസ്യാപി വിജ്ഞാനം യജ്ഞം തനുതേ എന്ന്. വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേ പിച്ച വിജ്ഞാനം ദേവാ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസത്തെ വിജ്ഞാനം ബ്രഹ്മ ചേദ്വേത തസ്മാച്ചേന്ന പ്രമാദ്യതി ശരീരേ പാത്മനോ ഹിത്വാ സർവാൻ കാമാൻ സമശ്നുത ഇതി എന്ന്. അതിനുശേഷം അതിലും ആന്തരമായിട്ടുള്ളതായ ആനന്ദമയത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. നമുക്ക് ഈ ശ്ലോകത്തിന്റെ, ഈ മന്ത്രബ്രാഹ്മണത്തിന്റെ നമുക്ക് വിശദീകരണം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. വിജ്ഞാനം യജ്ഞം തനുതേ, വിജ്ഞാനം യജ്ഞം തനുതേ, യജ്ഞത്തെ ചെയ്യുന്നു. കർമാണി അപിച, കർമ്മങ്ങളെയും തനുതേ ചെയ്യുന്നു എന്ന്. സർവേ ദേവാഹ, ഇന്ദ്രാദികളായ ദേവന്മാരെല്ലാം തന്നെ ജ്യേഷ്ഠം, ജ്യേഷ്ഠം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായത് പ്രഥമജം, ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ എന്നൊക്കെ
വേദം അനുശാസിക്കുന്നു. ബ്രഹ്മത്തെ ഉപാസിക്കുന്നു, വിജ്ഞാനമാകുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുന്നു, ധ്യാനിക്കുന്നു. വിജ്ഞാനമാകുന്ന ബ്രഹ്മത്തെ വേദചേത് അറിയുന്നുണ്ടെങ്കിൽ, തസ്മാത് അതിൽ നിന്നും, ആ ബ്രഹ്മത്തിൽ നിന്നും, ന പ്രമാദ്യതി ചേത് അതിൽ നിന്നും തെറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ, ശരീരേ പാത്മനോ ഹിത്വാ ശരീരത്തിലെ പാപങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട്, സർവാൻ കാമാൻ സമശ്നുത ഇതി എല്ലാ കാമങ്ങളെയും സമശ്നുത്തെ വേണ്ടുവണ്ണം അനുഭവിക്കുന്നു എന്ന്. ഇവിടെ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ആചാര്യസ്വാമികളുടെ അഭിപ്രായമെന്ന് നോക്കാം. വിജ്ഞാനം യജ്ഞം തനുത്തെ വിജ്ഞാനവാൻ ഹി യജ്ഞം തനോതി ശ്രദ്ധാപൂർവകം. വിജ്ഞാനം യജ്ഞത്തെ ചെയ്യുന്നു. അതായത് വിജ്ഞാനവാനായ ആത്മാവാണ് ശ്രദ്ധയോടുകൂടി യജ്ഞത്തെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിജ്ഞാനത്തെ ഇവിടെ കർത്താവാക്കി പറഞ്ഞത്. വിജ്ഞാനം കർമ്മങ്ങളെയും ചെയ്യുന്നു. എല്ലാത്തിനും കർത്താവ് വിജ്ഞാനം ആയതുകൊണ്ട്. അതോ വിജ്ഞാനസ്യ കർത്തൃത്വം തനുതേ ഇതി കർമാണി ച തനുതേ യസ്മാത് വിജ്ഞാനകർത്തൃകം സർവം തസ്മാദ്യുക്തം വിജ്ഞാനമയ ആത്മാ ബ്രഹ്മേതി. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോ ഇന്ദ്രാദികളായ ദേവന്മാരും എല്ലാവരും പ്രഥമമായതുകൊണ്ട്, അവർക്കും സർവപ്രവൃത്തികൾക്കും കാരണമായതുകൊണ്ട് വിജ്ഞാനത്തിനെ ജ്യേഷ്ഠം എന്ന് പറയുന്നു. ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. വിജ്ഞാനം ബ്രഹ്മജ്യേഷ്ഠ ഉപാസത്തെ വിജ്ഞാനം ബ്രഹ്മ ചേദ്വേദ തസ്മാച്ചേന്ന പ്രമാദ്യതി ശരീരേ പാത്മനോ ഹിത്വാ. അപ്പോ ഈ മഹത്തത്വമാകുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുക കൊണ്ട് അവർക്ക് ജ്ഞാനവും ഐശ്വര്യവും കിട്ടുന്നു എന്നാണ്. സർവവൃത്തീനാം തത്പൂർവകത്വാത് പ്രഥമജം വിജ്ഞാനം ബ്രഹ്മ ഉപാസത്തെ ധ്യായന്തി തസ്മിൻ വിജ്ഞാനമയേ ബ്രഹ്മണി അഭിമാനം കൃത്വാ ഉപാസതേത്യർത്ഥഃ. തസ്മാത് തേ മഹതോ ബ്രഹ്മണ ഉപാസനാത് ജ്ഞാന ഐശ്വര്യവന്തോ ഭവന്തി. അങ്ങനെ മഹത്തത്വമാകുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുക കൊണ്ട് അവർ ജ്ഞാനവും ഐശ്വര്യവും ഉള്ളവരായി തീരുന്നു. വിജ്ഞാനമയമായ ആത്മാവിനെ ഉപാസിക്കുന്നവന് ലഭിക്കുന്ന ഫലം ജ്ഞാനൈശ്വര്യവന്തോ ഭവന്തി. ജ്ഞാനമാകുന്ന ഐശ്വര്യം എന്നാണ് എടുക്കേണ്ടത്. ഐശ്വര്യം സാധാരണ നമ്മുടെ ലൗകികമായ ഐശ്വര്യമല്ല അവിടെ പറയുന്നത്. ഇനി ശരീരേ പാത്മനോ ഹിത്വാ എന്ന് പറയുന്നുണ്ട്. ശരീരാഭിമാന നിമിത്താഹി സർവേ പാപ്മാനഃ തേഷാം ച വിജ്ഞാനയേ ബ്രഹ്മണ്യ ആത്മാഭിമാനാത് നിമിത്താപായേ ഹാനമുപപദ്യത്തെ ഛത്രാപായേ ഇവ ഛായായാഹ. അതായത് ഈ വിജ്ഞാനമാകുന്ന ബ്രഹ്മത്തെ അറിയുകയും അതുമാത്രം പോരാ, ബാഹ്യമായ അനാത്മാക്കളെ ആത്മാവെന്ന് വിചാരിച്ചതിന്റെ വാസന കൊണ്ട്, നോക്കുക, ശ്രദ്ധിക്കുക, അനാത്മാക്കളായ ബാഹ്യങ്ങളായ വസ്തുക്കളെയെല്ലാം ആത്മാവാണെന്ന് തെറ്റി ശരീരം ആദ്യം ഭാര്യ, പുത്രം മുതലായവരിലുള്ള ആത്മത്വഭ്രമം, പിന്നീട് ശരീരത്തിലുള്ള ആത്മത്വഭ്രമം, പിന്നെ പ്രാണനിലുള്ള ആത്മത്വഭ്രമം, പിന്നെ മനസ്സാണ് ആത്മാവെന്ന് പറയുന്ന ആത്മത്വഭ്രമം, ഇവയെല്ലാം ക്രമേണ ഇല്ലാതായി. ബാഹ്യങ്ങളായ അനാത്മാക്കളെ ആത്മാവെന്ന് വിചാരിച്ചു വന്നതിൻ്റെ വാസന കൊണ്ട് ബ്രഹ്മത്തെ ആത്മാവെന്ന് വിചാരിക്കുന്നതിൽ നിന്നും തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തെറ്റരുത് എന്ന് പറയുന്നുണ്ട്. ഉപനിഷത്തിലെ വാക്യം അതാണ്. അതായത് ഉപനിഷത്തിന്റെ വാക്യം തസ്മാച്ചേന്ന പ്രമാദ്യതി, തസ്മാത് നിന്നും തെറ്റുന്നില്ലെങ്കിൽ, അപ്പോ ആ അഭിപ്രായം, ആ ജ്ഞാനം അത് ഒരിക്കലും തെറ്റാത്തതാകണം. അതിനാണ് ശ്രദ്ധ എന്ന് പറഞ്ഞത് അവിടെ. അങ്ങനെയാണെങ്കിൽ അന്നമയാദികളിൽ ആത്മാവെന്ന വിചാരം നേരത്തെ പറഞ്ഞുവല്ലോ, ആ അന്നമയാദികളിൽ ആത്മാവെന്ന വിചാരം ഉപേക്ഷിച്ച്
കേവലവും വിജ്ഞാനമയവുമായ ബ്രഹ്മത്തിൽ ആത്മതത്വത്തെ ഭാവന ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും? പാപങ്ങൾ ഇല്ലാതാകുന്നു. എങ്ങനെ പാപങ്ങൾ ഇല്ലാതാകുന്നു എന്ന് ചോദിച്ചാൽ, ശരീര അഭിമാന നിമിത്തമായ, ശരീരകൃതമായ, ശരീരത്തിൽ നിന്നും ഉണ്ടായവയായ എല്ലാ പാപങ്ങളെയും ശരീരത്തിൽ തന്നെ ഉപേക്ഷിച്ച്, ശ്രദ്ധിക്കുക, എല്ലാ പാപങ്ങളെയും ശരീരത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നു. ശരീരേ പാത്മനോ ഹിത്വാ. അപ്പൊ എല്ലാ പാപങ്ങളും ശരീരത്തെ ആത്മാവാണെന്ന് അഭിമാനിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നവയാണ് പാപങ്ങളല്ല. പാപാനുഷ്ഠാനം ശ്രദ്ധിക്കുക, അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. വിജ്ഞാനമയമായ ബ്രഹ്മത്തെ ആത്മാവാണെന്ന് അഭിമാനിക്കുമ്പോൾ അത് കാരണം ഈ നേരത്തെ പറഞ്ഞ ആ അഭിമാനങ്ങളെല്ലാം ഇല്ലാതാകുന്നു. ശരീരകൃതമായ അഭിമാനങ്ങൾ ഇല്ലാതാകുമ്പോൾ ശരീരകൃതമായ പാപങ്ങളും ഇല്ലാതാകുന്നു. അതായത് ഒരു കുട പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ കുടയുടെ നിഴലുണ്ട് അവിടെ, കുട മാറ്റിക്കഴിഞ്ഞാൽ നിഴലില്ല എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെ വിജ്ഞാനമയമായ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിച്ച് അതിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഭോഗങ്ങളെയും വിജ്ഞാനമയമായ ആത്മാവ് വേണ്ടവണ്ണം അനുഭവിക്കുന്നു. തസ്യ പൂർവസ്യ മനോമയസ്യ ആത്മാ യേഷ ശരീരേ മനോമയേ ഭവ ശാരീരഃ കഹ യേഷ വിജ്ഞാനമയഃ തസ്മാദ്വാ ഏതസ്മാത് ഇത്യുക്താർത്ഥം ആനന്ദമയ ഇതി കാര്യാത്മപ്രതീതിഃ അധികാരാത് മയത് ശബ്ദാച്ച അന്നാദിമയാ ഹി കാര്യാത്മാനോ ഭൗതികാ ഇഹ അധികൃതാഃ തത് അധികാരപതിതശ്ച അയം ആനന്ദമയഃ മയട് ച അത്ര വികാരാർത്ഥേ ദൃഷ്ടഃ യഥാ അന്നമയ ഇത്യത്ര തസ്മാത് കാര്യാത്മാ ആനന്ദമയഃ പ്രത്യേതവ്യഃ. അതുകൊണ്ട് കാര്യാത്മാവ് ആനന്ദമയനാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോ നേരത്തെ പറഞ്ഞ മനോമയ ശരീരത്തിലുള്ള ആത്മാവ് വിജ്ഞാനമയൻ എന്ന് പറഞ്ഞതുപോലെ, ഈ വിജ്ഞാനമയത്തിൽ നിന്ന് അന്യവും അതിൽ അന്തരവുമായ, അതിൽ ഉള്ളതുമായ, അതിൻ്റെ ഉള്ളിലുള്ളതുമായ ആത്മാവാണ് ആനന്ദമയൻ എന്നത്. അത് കാര്യാത്മാവാണ് എന്നറിയണം. ആനന്ദമയൻ ആചാര്യസ്വാമികൾ അത് വ്യക്തമാക്കി തരുന്നു. യേശ വിജ്ഞാനമയഃ തസ്മാദ്വാ ഏതസ്മാദിതി ഉക്താർത്ഥം ആനന്ദമയ ഇതി കാര്യാത്മപ്രതീതിഃ അധികാരാത് മയത് ശബ്ദാച്ഛ. എന്തെന്നാൽ ഇവിടെ കാര്യാത്മാക്കളെ പറ്റി പറയുന്ന അധികാരമാണ് ഇവിടെ ഉള്ളത്. കാര്യം, കാരണത്തിൽ നിന്നും ഉണ്ടാകുന്നത് കാര്യം. അപ്പൊ കാര്യാത്മാക്കളാണ് ഇവയെല്ലാം. ഏതോ ഒന്നിൽ നിന്നും ഉണ്ടായതാണ്. ഇപ്പൊ ശരീരാത്മാ എന്ന് പറഞ്ഞല്ലോ, അന്നമയ കോശം, അന്നമയ ആത്മാവ്, പ്രാണമയ ആത്മാവ്, മനോമയ ആത്മാവ്, വിജ്ഞാനമയ ആത്മാവ്, ആനന്ദമയ ആത്മാവ്, ഇവയെല്ലാം തന്നെ കാര്യാത്മാക്കളാണെന്നറിയണം. എന്തുകൊണ്ടെന്നാൽ അന്നം മുതലായ ഭൗതികങ്ങളായ കാര്യാത്മാക്കളെ പറയുന്ന സ്ഥലത്ത് അധികാരം എന്ന് പറയും. ആ സ്ഥലത്തിലാണ്, ആ സന്ദർഭത്തിലാണ് ആനന്ദമയൻ എന്ന ഇതിനെയും കുറിച്ച് പറയുന്നത്. അപ്പോ ആനന്ദമയനും ഈ അധികാരത്തിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മയട്ട് എന്നൊരു പ്രത്യയം വരുന്നത്. അന്നമയഃ, പ്രാണമയഃ, മനോമയഃ, വിജ്ഞാനമയഃ, ആനന്ദമയഃ എന്ന് പറഞ്ഞു. ആനന്ദം എന്നല്ല, ആനന്ദമാണ് ബ്രഹ്മം. ഇവിടെ ആനന്ദമയഃ എന്ന് പറയുന്നത് കൊണ്ട് മയട്ട് പ്രത്യയം അന്നമയൻ എന്നുള്ളതിനെ പോലെ വികാരാർത്ഥത്തിലാണ് കാണപ്പെടേണ്ടത്. വികാരം എന്ന് പറഞ്ഞാൽ കാര്യം. അതുകൊണ്ടാണ് കാര്യാത്മാവ് എന്ന് പറഞ്ഞത്. വികാരം എന്ന് പറയുമ്പോൾ എന്താ? ഒന്നിൽ നിന്നും മറ്റൊന്ന് ഉണ്ടാകുന്നു, അതാണ് വികാരം എന്ന്. സ്വർണത്തിൽ നിന്നും വള ഉണ്ടാകുന്ന പോലെ, സ്വർണത്തിൽ നിന്നും ഒരു മോതിരം ഉണ്ടാക്കുന്നത് പോലെ, അതാണ് വികാരം എന്ന് പറയുന്നത്. മണ്ണിൽ നിന്നും ഘടമുണ്ടാകുന്നത് പോലെ. അതുകൊണ്ട് ആനന്ദമയൻ കാര്യാത്മാവാണെന്ന് അറിയേണ്ടതാണ് എന്ന് മനസ്സിലാക്കണം. ഇനി സംക്രമണാച്ച ആനന്ദമയ ആത്മാനം ഉപസംക്രാമതി, പിന്നീട് പറയാൻ പോവുകയാണ്. ആനന്ദമയമായ ആത്മാവിനെയും ഉപസംക്രമിക്കുന്നു, അതിനെയും കടന്നു പോകുന്നു എന്ന് പറയുന്നു പിന്നീട് വരാൻ പോകുന്നത്. അപ്പോ ഇത് കാര്യാത്മാവാണ് ആനന്ദമയൻ. ആനന്ദമയത്തോടു കൂടി നിന്നു പോകരുത് എന്നാണ് ഉപനിഷത്തും
അതിനെ തുടർന്ന് ഭഗവത്പാദരും നമുക്കൊരു വാണിംഗ് തരുന്നത് ആനന്ദമയ എന്നല്ല, ആനന്ദമേവ ആത്മാ എന്ന്. അത് മനസ്സിലാക്കണം. ഭാഷയുടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ. സംസ്കൃത ഭാഷയിലൂടെയാണ് ഈ ശാസ്ത്രങ്ങൾ നാം നമുക്ക് നിബദ്ധമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതായ, മഹർഷിമാരെല്ലാവരും നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ളതായ ഈ ശാസ്ത്രം എല്ലാം ഈ ഭാഷയിലുള്ളതാണ്, സംസ്കൃത ഭാഷയിലാണ്. സംസ്കൃത ഭാഷയുടെ പ്രത്യേകത കൊണ്ട് നാം ഇത് മലയാളത്തിലേക്കോ മറ്റു ഭാഷകളിലേക്കോ നാം പറയുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ മൗലികത അല്പം കുറയാറുണ്ട്. അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൺലി എ ട്രാൻസ്ലേഷൻ. ഒറിജിനൽ ഉണ്ട്. ആ ഒറിജിനലിൻ്റെ ആശയത്തെ നാം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, മറ്റൊരു ഭാഷയിലേക്ക് ആക്കുമ്പോൾ എപ്പോഴും ആ മൗലികത അല്പം കുറയും. കാരണം ആദ്യത്തെ ഭാഷ അതിനെ അവരെന്താ പറയുക, അതിനെ എന്താ ചില പ്രത്യേകത സാങ്കേതിക ശബ്ദങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. ഏത് ഭാഷ, മൂലഭാഷ എന്ന് പറയുന്നത്, ആ മൂലഭാഷയിൽ നിന്നും ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ, ചില ന്യൂനതകളുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സംക്രമണാച്ച ആനന്ദമയമാത്മാനമുപസംക്രാമതി ഇതി പക്ഷേതി. ഇനി പറയാൻ പോവുകയാണ്. ഓ കാര്യാത്മനാം ച സംക്രമണം അന്നാത്മനാം ദൃഷ്ടം. അപ്പോ ആത്മാവല്ലാത്ത കാര്യാത്മാക്കളാണ് ഇവയെല്ലാം. യഥാർത്ഥ ആത്മസ്വരൂപമില്ലാത്ത എന്ന ആത്മബോധം, ആത്മാവാണെന്നുള്ള മിഥ്യാബോധമുള്ളവയായ കാര്യാത്മാക്കളാണ് ഇവയെല്ലാം. അന്നമയ ആത്മാ, പ്രാണമയ ആത്മാ, മനോമയ ആത്മാ, പിന്നെ വിജ്ഞാനമയ ആത്മാ, ആനന്ദമയ ആത്മാ. തെറ്റിദ്ധരിക്കരുത്. ആനന്ദ ശബ്ദമുള്ളത് കൊണ്ട് ഇവിടെയോടുകൂടി നമുക്ക് നിർത്താം എന്ന് തെറ്റിദ്ധരിക്കരുത്. ആനന്ദമയ, മയട്ട് എന്നത് പറയുന്നത്, മയട്ട് എന്ന് പറഞ്ഞാൽ വികാരമാണ്. സ്വർണമയം എന്ന് പറയാറുണ്ടല്ലോ, സ്വർണം കൊണ്ട് നിർമ്മിച്ചത്, സ്വർണത്തിന്റെ വികാരം. അപ്പൊ ഈ സ്വർണമയും ലങ്കാം ന രോചത്തെ എന്ന് ശ്രീരാമൻ പറയുന്നതായിട്ട് വാൽമീകി രാമായണത്തിൽ കാണുന്നുണ്ട്. സ്വർണമയമായ ലങ്ക എന്ന് പറയുന്നുണ്ട്. ലങ്കാപുരി സ്വർണ നിർമ്മിതമായ ഒരു നഗരമായിരുന്നു എന്നാണ് വാൽമീകി രാമായണത്തിൽ പ്രതിപാദിച്ച് കാണുന്നത്. അപ്പോ അതാണ് ഈ മയശബ്ദം എന്ന് പറഞ്ഞാൽ അത് വികാരമാണ്, അതിൽ നിന്നും ഉണ്ടായതാണ് എന്നർത്ഥം. ഇനി സംക്രമണ കർമ്മത്വേന ച ആനന്ദമയ ആത്മാ ശ്രൂയത്തെ. സംക്രമണം ചെയ്യപ്പെടുന്നു, ആനന്ദമയമാത്മാനമുപസംക്രാമതി പോകുന്നു എന്ന് പറയപ്പെടുന്നത് കൊണ്ട് ഈ കാര്യാത്മാവാണ് ആനന്ദമയവനായ ആത്മാവും എന്ന് മനസ്സിലാക്കണം. യഥാ അന്നമയമാത്മാനമുപസംക്രാമതി ഇതി. അന്നമയമായ ആത്മാവിനെ ഉപസംക്രമണം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ, അതുപോലെ ആനന്ദമയമായ ആത്മാവിനെയും കടന്നു പോകുന്നു. എന്നുവെച്ചാൽ ആത്മനഃ ഏവ ഉപസംക്രമണം അധികാര വിരോധാത് അസംഭവാച്ച നഹി ആത്മനേവ ആത്മന ഉപസംക്രമണം സംഭവതി സ്വാത്മനി ഭേദാഭാവാത് ആത്മഭൂതം ച ബ്രഹ്മ സംക്രമിതുഹു. ബ്രഹ്മ ആത്മാവായതുകൊണ്ട് ആത്മാവിനെ കടന്നു പോകാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് സംഭവിക്കുന്നത്, ആത്മാവിന് ഭേദമില്ലാത്തത് കൊണ്ട് ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ പ്രാപിക്കുക എന്നതും സംഭവിക്കുന്നതല്ല. ഇനി ശരീര ആദി കൽപ്പന അനുഭവത്തേശ്ച. ആത്മാവിനെ മുമ്പ് പറഞ്ഞിട്ടുള്ള ലക്ഷണത്തോട് കൂടിയതും ആകാശാദികൾക്ക് കാരണവും കാര്യമല്ലാത്തതുമായ ബ്രഹ്മത്തിൽ ശിരസ് മുതലായ അവയവങ്ങളോട് കൂടിയ രൂപത്തെ കൽപ്പിക്കുന്നതും യോജിക്കുന്നതല്ല. ഇനി ആത്മാവിനെ നമുക്ക് എങ്ങനെയാണ് ഒരു രൂപകൽപ്പന? ഇവിടെ അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയമായ ആത്മാവിനെല്ലാം തന്നെ ഒരു പുരുഷാകൃതി കൽപ്പിച്ചു, അല്ലേ? ശിരസ്, വലത്തെ കൈ അല്ലെങ്കിൽ വലത്തെ ചിറക്, ഇടത്തെ കൈ അല്ലെങ്കിൽ ഇടത്തെ ചിറക്, ആത്മാവ് മധ്യഭാഗം, പിന്നെ പുച്ഛം അഥവാ നിലനിൽപ്പ്, പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞു. ഒരു തരത്തിലുള്ള ശരീര
ശരീരകൽപ്പനയ്ക്കും സാധ്യമല്ലാത്തതായ ആത്മാവിന്, യഥാർത്ഥ ആത്മാവിന് എങ്ങനെയാണ് ശരീരാദികൾ കൽപ്പിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ആനന്ദമയമായ ആത്മാ യഥാർത്ഥ ആത്മാവല്ല എന്ന് മനസ്സിലാക്കണം. ആനന്ദമാണ് ആത്മാവെന്ന് വരുന്നു. കുറച്ച് ഒന്ന് വിശകലനം ചെയ്ത് നോക്കി വേണം ഇത് മനസ്സിലാക്കാൻ. ശരീരാദി കൽപ്പന അനുപപത്തേശ്ച, ഇപ്പൊ മുമ്പ് പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടിയതാണ് ഈ പറഞ്ഞ ഇത്. ഈ നഹി യഥോക്ത ലക്ഷണേ ആകാശാദി കാരണേ അകാര്യപതിത്തെ ശിരാദി അവയവ രൂപകൽപ്പന ഉപപദ്യത്തെ. ഇപ്പൊ ബ്രഹ്മത്തിന് ശിരസ് മുതലായ അവയവങ്ങളോടുകൂടിയ രൂപത്തെ കൽപ്പിക്കുന്നത് തീർത്തും അസാധ്യമാണ്. എന്തുകൊണ്ട്? അദൃശ്യേ അനാത്മേ അനിലയനെ അനിരുക്തേ എന്ന് ശ്രുതി, അസ്ഥൂലം അനണു നേതി നേതി ഇത്യാദി ശ്രുതികൾ ബ്രഹ്മത്തിന്റെ എല്ലാ വിശേഷണങ്ങളെയും നിഷേധിക്കുന്നു. ഇവയെല്ലാം വിശേഷങ്ങളാണ്. എന്താ? തസ്യ ശ്രദ്ധൈവ ശിരഃ എന്ന് പറഞ്ഞു. പിന്നെയോ ശ്രദ്ധ ശിരസായം ഋതം ദക്ഷിണ പക്ഷ സത്യമുത്തര പക്ഷ യോഗ ആത്മാ മഹത്തത്വം മൃതിഷ്ഠ എന്നൊരു ശരീരകൽപ്പനയൊക്കെ നൽകി. ഈ 5 കോശങ്ങളിലായിട്ടും കാണപ്പെടുന്നതായ ആത്മസ്വരൂപത്തിന് എല്ലാം ഒരു രൂപകൽപ്പനയുണ്ട്. പക്ഷേ ബ്രഹ്മം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ അദൃശ്യേ, ദൃശ്യമാകണമെങ്കിൽ ഒരു രൂപം വേണം. അനാത്മീ, അതായത് വിവരണങ്ങളൊന്നുമില്ലാത്തത്. അനിലയനെ, അതിന് പ്രതിഷ്ഠ വേറെ ഒന്നും വേണ്ട. ബ്രഹ്മത്തിന് പ്രതിഷ്ഠ എന്ന് പറഞ്ഞ് മറ്റൊന്നിനെ കൽപ്പിക്കാൻ സാധിക്കുന്നതാണോ? അല്ല. അനിരുക്തേ, നിരൂപണം ചെയ്യാൻ കഴിയാത്തതും ഡെഫിനിഷൻ നൽകാൻ സാധിക്കാത്തതുമായ. അതേപോലെ തന്നെ അസ്ഥൂലം അനണു, സ്ഥൂലവുമല്ല അണുവുമല്ല എന്നും പറഞ്ഞു. ഇങ്ങനെ ഉള്ള ശ്രുതികൾ ബ്രഹ്മത്തിന്റെ വിശേഷങ്ങളെ എല്ലാം നിഷേധിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ 5 പഞ്ചമയ കോശങ്ങൾ ഉണ്ടല്ലോ, പഞ്ചമയ അതുപോലെ ഇത് ഈ ശരീരാദി കൽപ്പന അസംഗതമാകുന്ന കൊണ്ടും ഇവയ്ക്കൊന്നും ആത്മത്വമില്ല എന്ന് കിട്ടുന്നു. മന്ത്ര ഉദാഹരണാനുപപത്തേശ്ച നഹി പ്രിയ ശിര ആദ്യ അവയവശിഷ്ടേ പ്രത്യക്ഷതോ അനുഭൂയമാനേ ആനന്ദമയേ ആത്മനി ബ്രഹ്മണി നാസ്തി ബ്രഹ്മേതി ആശങ്കാഭാവാത് അസന്നേവ സ ഭവതി അസത് ബ്രഹ്മേതി വേദ ചേത് ഇതി മന്ത്രോദാഹരണം ഉപപദ്യത്തെ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ ഇത്യപി ച അനുപപന്നം പൃഥക് ബ്രഹ്മണഃ പ്രതിഷ്ഠാത്വേന ഗ്രഹണം തസ്മാത് കാര്യപതിതേവ ആനന്ദമയഃ ന പര ഏവ ആത്മാ എന്ന് ആചാര്യൻ ആ ഭാഷ്യത്തെ അങ്ങനെ ഒന്ന് സംഗ്രഹിച്ചു പറയുന്നു. ഇപ്പൊ ആനന്ദമയൻ തന്നെ പരമാത്മാവാണ് എന്ന് വിവക്ഷിച്ചിരുന്നു എങ്കിൽ ശിരസ് മുതലായ അവയവങ്ങളോടുകൂടിയ ആനന്ദമയനായ ആത്മാവ് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് ബ്രഹ്മം ഇല്ലെന്നുള്ള ആശങ്കയ്ക്ക് അവകാശമില്ല. ശരീരാദി കൽപ്പനകളോട് കൂടിയ, ശരീരാദി വിശേഷങ്ങളോട് കൂടിയ ആത്മാവാണ് ബ്രഹ്മം എന്ന് ശങ്കിക്കാൻ അവകാശമില്ല. എന്തുകൊണ്ട്? അസന്നേവ സ ഭവതി അസ്തി ബ്രഹ്മേതി വേദ ചേത് എന്ന് ഇനി വരുന്ന ഉദാഹരണം നമ്മളത് പഠിക്കും. ആ മന്ത്രബ്രാഹ്മണം നമ്മൾ പഠിക്കും, വിശദമായിട്ട് പഠിക്കും. മാത്രമല്ല ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് ബ്രഹ്മത്തെ പ്രതിഷ്ഠയായി സർവത്തിന് എല്ലാത്തിനും ആധാരമായി ബ്രഹ്മത്തിനെ പുച്ഛമായി പറയപ്പെട്ടിട്ടുള്ളത് കൊണ്ടും ബ്രഹ്മത്തെ പ്രതിഷ്ഠയായി വേറെ പറയപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഗ്രഹിച്ചിട്ടുള്ളത് കൊണ്ടും അതിനുള്ള ഉപപത്തികൾ ഇല്ലാതെ പോകും. അതുകൊണ്ട് ആനന്ദമയൻ കാര്യബ്രഹ്മത്തിൽ ഉൾപ്പെട്ടതാണ്.
പ്രതിഷ്ഠാത്വേന ഗ്രഹം തസ്മാത് കാര്യപതിത ഏവ ആനന്ദമയഃ ന പര ഏവ ആത്മാ, പരമാത്മാവല്ല, അതും കാര്യാത്മാവാണ്. അപ്പം ഈ പഞ്ചമയ കോശത്തിലുമുള്ളതായ ആത്മത്വ ബുദ്ധി, ആത്മത്വ ഭ്രമം എന്ന് മനസ്സിലാക്കണം. ഇവയെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് നാം മുന്നേ പോകേണ്ടത്. ഇനി തസ്യ ആനന്ദമയസ്യ ആത്മനഃ ഇഷ്ടപുത്രാദി ദർശനജം പ്രിയം ശിര ഇവ ശിരഃ പ്രാധാന്യാത് മോദ ഇതി പ്രിയാലാഭനിമിത്തോ ഹർഷഃ സ ഏവ പ്രകൃഷ്ടോ ഹർഷപ്രമോദഃ ആനന്ദ ഇതി സുഖ സാമാന്യം ആത്മാ പ്രിയാദീനാം സുഖാവയവാനാം തേഷു അനുസ്യൂതത്വാത് ആനന്ദ ഇതി പരബ്രഹ്മ. ഈ ആനന്ദമയമായ ശരീരമുണ്ടല്ലോ, ആനന്ദമയ ശരീരം, ആനന്ദമയ കോശം, ആ ആനന്ദമയമായ ശരീരത്തിന് ഇഷ്ടപുത്രാദികളെ കാണുന്നത് കൊണ്ടുള്ള പ്രിയം ശിരസ്സു പോലെ പ്രാധാന്യമുള്ളതാണ്. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ലൗകിക വ്യവഹാരവുമായി ബന്ധപ്പെടുത്തുന്നത്. ആനന്ദമയമായ ആത്മാവിന് ഇഷ്ടപുത്രാദികളെ കാണുന്നത് കൊണ്ടുള്ള പ്രിയം എങ്ങനെ? ശിരസ്സു പോലെ പ്രാധാന്യമുള്ളത് കൊണ്ട് പ്രിയമേവ ശിരഃ. ഈ ആനന്ദമയ ശരീരത്തിന്റെ ശിരസ് പ്രിയം, തസ്യ പ്രിയമേവ ശിരഃ. മന്ത്രഭാഗം നമുക്ക് നോക്കാം. തസ്മാദ്വായതസ്വാത് വിജ്ഞാനമയാത് അന്യോന്തര ആത്മാ ആനന്ദമയഃ തേനൈഷ പൂർണ്ണഃ സവായേഷ പുരുഷവിധ ഏവ തസ്യ പുരുഷവിധതാം അന്വയം പുരുഷവിധഃ തസ്യ പ്രിയമേവ ശിരഃ. ആ പുരുഷാകാരം മറ്റ് കോശങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതായ ആ പുരുഷ രൂപം, പുരുഷ ആകാരം ആനന്ദമയത്തിനുമുണ്ട്. തസ്യ പ്രിയമേവ ശിരഃ. പ്രിയമാണ് അവിടെ ശിരസ്സായി കാണപ്പെടുന്നത്. എങ്ങനെ പ്രിയം? ഇഷ്ടപുത്രാദി ദർശനജം പ്രിയം. നമുക്ക് ഇഷ്ടമുള്ള പുത്രാദികൾ, ഇഷ്ടം, പുത്രൻ, കളത്രം മുതലായവയെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രിയം ശിരസ്സു പോലെ പ്രാധാന്യമുള്ളതാണ്. മോദ ഇതി പ്രിയ ലാഭനിമിത്തോ ഹർഷഃ. അടുത്തത് മോദം. മോദം എന്ന് പറയുന്നത് പ്രിയ ലാഭം കൊണ്ടുണ്ടാകുന്ന ഹർഷം. നമുക്ക് പ്രിയപ്പെട്ട വസ്തുക്കൾ നമുക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദത്തെയാണ് ഇവിടെ മോദം എന്ന് പറയുന്നത്. അതാണ് ഹർഷം എന്ന് പറഞ്ഞത്. മോദ ഇതി പ്രിയ ലാഭനിമിത്തോ ഹർഷഃ സയേവ പ്രകൃഷ്ടോ ഹർഷഃ പ്രമോദഃ. അത് തന്നെയാണ് പ്രകർഷം ആകുന്നത്, പ്രകൃഷ്ടമായ ഹർഷം. മോദം ദക്ഷിണപക്ഷമാണെങ്കിൽ പ്രമോദം ഉത്തരപക്ഷം. ആനന്ദ ആത്മാ. ആനന്ദം എന്നുള്ളത് സാമാന്യമായ പൊതുവേ ഉള്ള സുഖത്തിനെയാണ് ഇവിടെ ആനന്ദം എന്ന് പറഞ്ഞത്. അതാണ് പ്രിയാദികളായ സുഖ അവയവങ്ങളുടെ ആത്മാവ്. പ്രിയാദീനാം സുഖാവയവാനാം തേഷു അനുസ്യൂതത്വാത് ആനന്ദ ഇതി പരം ബ്രഹ്മ. അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് മാത്രമാണ് പരമമായ ബ്രഹ്മം എന്ന് കിട്ടും. ഇങ്ങനെ ഈ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വിഷയസുഖം ലോകത്തിലുണ്ട് അല്ലെ? നമുക്ക് നാം കാണുന്നുണ്ട് വിഷയസുഖം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് ലഭിക്കുമ്പോൾ വിഷയസുഖം, നേരത്തെ നമ്മൾ ഉദാഹരണം പറയുന്ന പോലെ പാൽപ്പായസം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അല്ലെങ്കിൽ ഒരു 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 നമുക്കൊരു എന്താ പറയാ, ഒരു നിധി കിട്ടിയാൽ ഉണ്ടാകുന്ന സുഖം. ഈ ശുഭകർമ്മ, അതൊക്കെ ശുഭകർമ്മത്താൽ ഉണ്ടാകുന്നതും പുത്രമിത്രാദി വിശേഷം ആകുന്നതുമായ ഉപാധിയോട് കൂടിയതും ആയ തമസ്സുകൊണ്ടുള്ള ആവരണമില്ലാതെ ഇതെല്ലാം താമസമാണ്. ഇപ്പൊ ഒരു ശുഭകർമ്മം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഫലവും അതുപോലെ പുത്രമിത്രാദി വിശേഷങ്ങളോട് കൂടിയത്, അതൊക്കെ ഒരു ഉപാധിയാണ്, കണ്ടീഷനാണ്. ഇങ്ങനെ കണ്ടീഷൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന, കണ്ടീഷണലായിട്ട് കിട്ടുന്നതായ ആ സുഖം വാസ്തവത്തിൽ തമസ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതാണ്. ഈ തമസ് എന്ന ആവരണമില്ലാതെ തെളിഞ്ഞിരിക്കുന്നതായ അന്ധക്കരണ വൃത്തി വിശേഷമാണ്. അത് ലോകത്തിൽ നമുക്ക് വിഷയസുഖം എന്നും പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള അന്ധക്കരണ വൃത്തി വിശേഷം ഉണ്ടാകുന്നതിന് കാരണമായ കർമ്മം
നിലനിൽക്കാത്തത് കൊണ്ട് ആ സുഖം ക്ഷണികമായി തീരുന്നു. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇതാണ് നമ്മുടെ മകൻ. ആ മകൻ മരിച്ചു പോയാലും അത് അനിത്യമാണ്. അപ്പൊ ആ സുഖം എന്ന് പറഞ്ഞത് അല്ലെ, അനിത്യമായ സുഖമാണ്. ആ സുഖം ക്ഷണികമായിരിക്കുന്നു. അന്തഃകരണം തമസ്സിനെ നീക്കുന്ന തപസ് കൊണ്ടും വിദ്യ കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും ശ്രദ്ധ കൊണ്ടും എങ്ങനെ നിർമ്മലമാകുന്നുവോ, എത്രയ്ക്കെത്ര നിർമ്മലമാകുന്നുവോ അത്രയ്ക്ക് ശുദ്ധവും പ്രസന്നവുമായ അന്തഃകരണത്തിൽ ആനന്ദവിശേഷം ഉണ്ടാകുന്നു. അത് ഉത്കടമാണ്, വിപുലമാണ് എന്ന്. അതാണ് രസോവൈസഹ രസംഹ്യേവായം ലബ്ധ്വ ആനന്ദീ ഭവതി എന്ന് ഇനിയും പറയാൻ പോകുന്നുണ്ട്. യേഷ ഹേവി ആനന്ദയാതി ഏതസ്യൈവ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രാം ഉപജീവന്തി എന്ന് ശ്രുതികളുമുണ്ട്. ഇങ്ങനെ നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ അത് തീരും. ആ ഉപശമം, അതിൻ്റെ ഉത്കർഷത്തെ അനുസരിച്ച് മേൽമേൽ നമുക്ക് ആനന്ദം പറഞ്ഞുകൊണ്ടേ പോകാം. ആ ആനന്ദ മീമാംസയും ഇനി നമുക്കിവിടെ പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പരമാർത്ഥ വിജ്ഞാനത്തെ അനുസരിച്ച് നമുക്ക് ഉത്കർഷത്തെ പ്രാപിക്കുന്ന ആനന്ദമയമായ ആത്മാവിന്, അതിന് പരമായും അതെങ്ങനെയുള്ള ആത്മാവാണ്? സത്യജ്ഞാനാനന്ദ ലക്ഷണം യസ്യ പ്രതിപത്യർത്ഥം പഞ്ച അന്നാദിമയാ കോശാ ഉപന്യസ്താഃ യച്ച തേഭ്യ ആഭ്യന്തരം യേന ച തേ സർവേ ആത്മവന്തഃ തദ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ തദേവ സ സർവസ്യ അവിദ്യാപരികൽപ്പിതസ്യ ദ്വൈതസ്യ അവസാനഭൂതം അദ്വൈതം ബ്രഹ്മപ്രതിഷ്ഠ ആനന്ദമയസ്യ ഏകത്വാവസാനത്വാത് അസ്തി തത് ഏകം അവിദ്യാകൽപ്പിതസ്യ ദ്വൈതസ്യ അവസാനഭൂതം അദ്വൈതം ബ്രഹ്മ പ്രതിഷ്ഠാ പുച്ഛം തത് ഏതസ്മിന്നപ്യർത്ഥേ ഏഷ ശ്ലോകോ ഭവതി. ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണിത്. അതായത് ഈ പരമാർത്ഥമായ വിജ്ഞാനം അതനുസരിച്ച് ഉത്കർഷത്തെ പ്രാപിക്കുന്ന ആനന്ദം, ഒന്നിനു മീതെ ഒന്ന് എന്ന് ഉത്കർഷം പ്രാപിക്കുന്നതായ ആനന്ദമയമായ ആത്മാവിന്, അതിന് പരമായും ആനന്ദമയസ്യ ആത്മനഃ പരം എന്ന് പറയുന്നു. പരമാർത്ഥ ബ്രഹ്മ വിജ്ഞാനാപേക്ഷയാ ബ്രഹ്മ പരമേവ. പരമാർത്ഥ വിജ്ഞാനത്തെ അനുസരിച്ച് ഈ ഉത്കർഷത്തെ പ്രാപിക്കുന്ന ആനന്ദമയമായ ആത്മാവിന് പരമായത്തും, പരം എന്ന് പറഞ്ഞാൽ അതിലും ശ്രേഷ്ഠമായതും സത്യജ്ഞാനാനന്ദ ലക്ഷണം. നേരത്തെ പറഞ്ഞു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് നേരത്തെ സ്വരൂപ ലക്ഷണം ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. സത്യജ്ഞാന അനന്തലക്ഷണമായുമുള്ള ബ്രഹ്മം ഏതൊരു ബ്രഹ്മമാണോ ഇവിടെ പ്രകൃതമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ബ്രഹ്മത്തെ അറിയുന്നതിന് വേണ്ടിയാണോ നാം ഈ അന്നമയം മുതലായ പഞ്ചകോശങ്ങളെയും ഇവിടെ ഉപന്യസിച്ചത്, ഏതാണോ അവയ്ക്കുള്ളിൽ ഇരിക്കുന്നത്, എന്തിനെ കൊണ്ടെല്ലാമാണോ അവ ആത്മാവായിട്ടുള്ളത്, ആ ബ്രഹ്മം ആണ് പുച്ഛമായ പ്രതിഷ്ഠ, പരമമായ പ്രതിഷ്ഠയാണ് ആ ബ്രഹ്മം. അത് തന്നെയാണ് ഇവിടെ പറയപ്പെടുന്നത്. എങ്ങനെ? എല്ലാ ദ്വൈതത്തിന് അവസാനമായതും ദ്വൈത ചിന്തകൾക്കെല്ലാം അവസാനമായതും. ഈ ദ്വൈതചിന്ത എങ്ങനെയുള്ളതാ? അവിദ്യാകൽപിതം, അജ്ഞാനകൽപിതമാണ് ദ്വൈതചിന്ത. അദ്വൈതവുമായ ഒരു ബ്രഹ്മമുണ്ട്. ദ്വൈതാവസാനമായതും ഏകമായതുമായ അദ്വൈതമായ ബ്രഹ്മമുണ്ട്. അതാണ് ആനന്ദമയന് പ്രതിഷ്ഠയായിട്ടുള്ളത്. ഈ ആനന്ദമയന് പ്രതിഷ്ഠയായിട്ടുള്ള ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നതായ ഒരു ശ്ലോകവും ഉണ്ട് എന്ന് പറയുന്നു. അസന്നേവ സഭവതി അസത് ബ്രഹ്മേതി വേദ ചേത് അസ്തി ബ്രഹ്മേത വേദ. അസത് എന്നവനെ പറയുന്നു. ഈ ബ്രഹ്മത്തിന് അസത്ത് എന്ന്, അവൻ അസത്തായി തന്നെ ഭവിക്കുന്നു. ബ്രഹ്മ അസ്തി ഇതി, ബ്രഹ്മമുണ്ടെന്ന് അറിയുന്നവൻ അവൻ അതിനെ സത്ത് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ചില ബൗദ്ധചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ചില വരികൾ കൂടിയാണ് ഇതെന്നൊക്കെ സാധാരണ പിന്നീട് ഉള്ള വിമർശകന്മാർ പറയുന്നുമുണ്ട്. നാം അതിലേക്ക് കടക്കുന്നില്ല.
ഏതായാലും ബൗദ്ധചിന്തയുടെ വികസനത്തിന് കാരണം അസത് ബ്രഹ്മ, അവിടെ അത് സ്വീകരിച്ചുകൊണ്ട് ആ ഉപനിഷത്ത് തത്വത്തിലെ അപൂർവപക്ഷത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് ആത്മാവില്ല എന്ന് ആത്മാവിനെ നിഷേധിക്കുന്നവരാണ് ബൗദ്ധന്മാർ എന്നൊരു ചിന്താസരണി ചില വിമർശകന്മാർക്കും ഉണ്ട്. ഈ അസന്നേവ സ്വഭവതി എന്ന് പറയുന്ന ആറാമത്തെ അനുവാകത്തിലെ മന്ത്രബ്രാഹ്മണത്തിന്റെ വിശദീകരണവും തുടർന്നുള്ള ഭാഷ്യ വ്യാഖ്യാനവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇതോടുകൂടി ഇന്നത്തെ സത്സംഗം സമാപിക്കുന്നു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.